ജന്മസിദ്ധമായി കിട്ടിയ ഒരു വികാരത്തെ പ്രകടമാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ടൂളാണ് ചിരി. ആരുടെയും ട്രെയിനിങ്ങോ മുൻകാല അനുഭവങ്ങളോ ഇല്ലാതെ തന്നെ ഒരാൾക്ക് ഉള്ളു തുറന്ന് ചിരിക്കാൻ സാധിക്കും. പിറന്നു വീണ് 3 മാസം തികയുമ്പോഴേക്കും ഒരു കുഞ്ഞ് ചിരിച്ചു തുടങ്ങും. ജന്മനാ കാഴ്ചയും കേൾവിയും ഇല്ലാത്തവർക്ക് പോലും ചിരി അന്യമല്ല. ചിരിക്ക് തന്നെ പല വകഭേദങ്ങളുണ്ട്. പുഞ്ചിരി, പരിഹാസച്ചിരി, പുച്ഛച്ചിരി, കൊലച്ചിരി, കപടച്ചിരി, കള്ളച്ചിരി, അട്ടഹാസം, ഭ്രാന്തൻ ചിരി, ഇങ്ങനെ പോകുന്നു അവ. എവിടെയാണ് ചിരിയുടെ ഉത്ഭവം? ആരാണ് ആദ്യമായി ഈ ഭൂമുഖത്ത് ചിരിച്ചിട്ടുണ്ടാവുക? എന്ത് സംഭവമായിരിക്കും അയാളെ ഒരു പുഞ്ചിരിയിലേക്ക് നയിച്ചിരിക്കുക? ഈ ചോദ്യങ്ങൾക്കൊന്നും വളരെ ആധികാരികമായ ഉത്തരം പറയാൻ കഴിയില്ല. എങ്കിലും ചില തിയറി പ്രകാരം നാഗരിക സമൂഹത്തിന് മുന്നേ ആദിമ കാലഘട്ടത്തിലെ മനുഷ്യർക്കിടയിൽ സാമൂഹിക ബന്ധം കൂട്ടിയുറപ്പിക്കുന്നതിനായി ചിരി ഒരു മീഡിയമായി വർത്തിച്ചിരുന്നു. അക്കാലത്ത് സുപ്രധാനമായ ചില ആശയവിനിമയങ്ങൾ, അതായത് നല്ല വെളിച്ചമുള്ള കാലാവസ്ഥ, ആക്രമണകാരികളായ മൃഗങ്ങളുടെ അഭാവം, സുലഭമായ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നത് പുഞ്ചിരിയിലൂടെ ആയിരുന്നുവെന്ന് വേണം കരുതാൻ. ചിരിയെക്കുറിച്ചുള്ള ഫിസിയോളജിക്കൽ പഠനമാണ് ജെലാറ്റോളജി. ഇത് പ്രകാരം ബ്രെയിനിൻ്റെ ലിംബിക് സിസ്റ്റത്തിന് ചിരി പ്രകടമാക്കുന്നതിൽ പ്രധാന പങ്കുണ്ട്. നാം കേൾക്കുന്ന ഒരു തമാശയുടെ ഘടനയെ, അതിലെ വാക്കുകളെ അനലൈസ് ചെയ്യുന്നത് ബ്രെയിനിൻ്റെ ഇടതുവശത്തുള്ള കോർട്ടെക്സ് ആണ്. ഫ്രണ്ടൽ ലോബ് ഇമോഷണൽ റെസ്പോൺസ് തിരിച്ചറിയാൻ സഹായിക്കും. നമുക്കുണ്ടാകുന്ന സിഗ്നലുകൾ പിന്നീട് പ്രോസസ്സ് ചെയ്യപ്പെടുന്നത് ഒക്യുപിറ്റൽ ലോബിൻ്റെയിലെ സെൻസറി ഏരിയയിലാണ്. അവിടെയുള്ള കോശങ്ങളാണ് വിഷ്വൽ സിഗ്നലുകളെ പ്രോസസ്സ് ചെയ്യുന്നത്. മോട്ടോർ സെക്ഷനിൽ ഉണ്ടാകുന്ന സ്റ്റിമുലേഷനുകളാണ് ഒരു തമാശയ്ക്ക് ഫിസിക്കൽ റെസ്പോൺസ് സാധ്യമാക്കുന്നത്. സെറിബ്രൽ കോർട്ടെക്സിന് താഴെയായാണ് ലിംബിക് സിസ്റ്റം കാണപ്പെടുന്നത്. മനുഷ്യൻ്റെ മോട്ടിവേഷൻ, ഇമോഷണൽ സ്വഭാവങ്ങൾക്ക് ലിംബിക് സിസ്റ്റം കാരണമാകാറുണ്ട്. ആൽമണ്ട് ഷേപ്പിൽ കാണപ്പെടുന്ന എമിഗ്ഡാലയും ഹിപ്പോകാമ്പസുമാണ് ഇമോഷൻസിൻ്റെ പ്രധാന ഏരിയ. എമിഗ്ഡാലയും ഹിപ്പോകാമ്പസും തലാമസുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കണക്ഷനാണ് ഫ്രണ്ട്ഷിപ്പ്, ലവ്, എഫെക്ഷൻ തുടങ്ങിയ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത്. ലിംബിക് സിസ്റ്റത്തിലെ ഹൈപ്പോതലാമസ് ആണ് വളരെ ലൗഡായതും അനിയന്ത്രിതവുമായ ചിരിയുണ്ടാകാൻ കാരണം. നമ്മളെ വേദന അറിയിക്കുന്നതും ഈ ഹൈപ്പോതലാമസ് തന്നെയാണ്. അതുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിൽ അനിയന്ത്രിതമായ ചിരിയുണ്ടാകുമ്പോൾ കണ്ണ് നനയുന്നത്. നമ്മൾ സാക്ഷിയാകുന്ന സംഭവങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന നർമ്മങ്ങൾക്ക് പുറമെ സ്പർശനം കൊണ്ടും നമുക്ക് ചിരിയുണ്ടാകും. അതാണ് ഇക്കിളിച്ചിരി. മറ്റൊരാൾ ഇക്കിളിപ്പെടുത്തുമ്പോൾ നമുക്ക് ചിരി വരാറുണ്ട്. അതിനൊരു കാരണമുണ്ട്. നമ്മുടെ തൊലിയുടെ തൊട്ടു താഴെ വളരെ നേർത്ത രീതിയിൽ നെർവ് എൻഡിങ്സ് ഉണ്ട്. നമ്മളെ ഒരാൾ ഇക്കിളിപ്പെടുത്തുമ്പോൾ ഈ നെർവ് എൻഡിങ്സിൽ നിന്ന് ഒരു ഇലക്ട്രിക് സിഗ്നൽ രൂപപ്പെടുകയും ഇതിൻ്റെ പ്രഷർ ബ്രെയിനിൻ്റെ പ്രധാന ഭാഗമായ സൊമറ്റോസെൻസറി കോർട്ടെക്സ് എന്ന ഭാഗം പിടിച്ചെടുക്കുന്നു. തുടർന്ന് ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് എന്ന ഭാഗം ഈ സിഗ്നലിനെ അനലൈസ് ചെയ്യുകയും ഹൈപ്പോതലാമസ് ചിരിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യും. ചിരിക്ക് ഒരുപാട് നല്ല വശങ്ങളുണ്ട്. ചിരി ആയുസ് കൂട്ടുമെന്നാണ് പഴമക്കാരുടെ പക്ഷം. ആ വാദം എന്തുതന്നെയായാലും ആരോഗ്യകരമായ ജീവിതത്തിന് നല്ല ചിരി ആവശ്യമാണ്. ചിരിക്കുന്ന സമയത്ത് നമ്മൾ ശരീരത്തിനുള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ഓക്സിജൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇത് ഹാർട്ടിനും ലങ്സിനും മസിൽസിനും ഗുണപ്രദമാണ്. ചിരിക്കുന്നതിലൂടെ ഹൃദയമിടിപ്പും ബ്ലഡ് പ്രഷറും കൂടിയും കുറഞ്ഞുമിരിക്കും. അതിനാൽ തന്നെ നമ്മുടെ സ്ട്രെസ് വളരെയേറെ കുറയുകയും ചെയ്യും. ശരീരത്തിൽ എൻഡോർഫിൻ എന്ന ഹാപ്പി ഹോർമോൺ റിലീസ് ആവുന്നതിനും ഈ ചിരി സഹായിക്കുന്നുണ്ട്. സ്ട്രെസ് കുറയ്ക്കുന്ന ന്യൂറോ പെപ്റ്റൈഡ്സ് റിലീസാകുന്നതോടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആകുന്നു. ഒരു മനുഷ്യൻ ശരാശരി ഒരു ദിവസം 17 തവണയെങ്കിലും ചിരിക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ തന്നെ കുട്ടികൾ മുതിർന്നവരെക്കാൾ കൂടുതൽ ചിരിക്കുന്നവരാണ്. ചിരിയുടെ ഏറ്റവും വലിയ ഡീമെറിറ്റ് ചിരി നിർത്താൻ കഴിയില്ല എന്നതു തന്നെയാണ്. ഇത്തരത്തിൽ അനിയന്ത്രിതമായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ സ്യൂഡോ ബൾബർ എഫക്റ്റ് സിൻഡ്രോം എന്നാണ് പറയുന്നത്. ഇത് കണ്ടെത്തി ചികിത്സിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ മോശമായ രീതിയിൽ ബാധിച്ചേക്കാം. ഉദാഹരണമായി, ഒരു മരണ വീട്ടിലോ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയ്ക്കിടയിലോ ഇത്തരത്തിലൊരു അബദ്ധം സംഭവിച്ചാൽ അവിടെ നമ്മുടെ വ്യക്തിത്വം തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം.
ഈ ലോകത്തെ എല്ലാവിധം ആളുകൾക്കും പൊതുവായി കിട്ടിയ ജന്മസിദ്ധമായ ഒരു ഗിഫ്റ്റാണ് ചിരിക്കുക എന്നത്. ഒരാളെ അഭിവാദ്യം ചെയ്യാനും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും ബന്ധങ്ങൾ കൂട്ടിയുറപ്പിക്കാനും തർക്കങ്ങൾ സന്ധി ചെയ്യാനും പകരത്തിന് പകരം വീട്ടാനും അഭിനന്ദിക്കാനും ആശീർവദിക്കാനും യാത്രയയക്കാനും ചിരിയേക്കാൾ വലിയ മരുന്നില്ല. അതൊരു വസ്തുത തന്നെ.